ഹായ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാറായോ? ഞാനൊരു 3 കാര്യങ്ങൾ പറയാൻ വന്നേണേ. ഒന്ന്, ഞാൻ തിരുവല്ല നമ്മുടെ ട്രാൻസ്പോർട്ട് KSRTC സ്റ്റാൻഡിൽ എപ്പം ഇപ്പോൾ കോട്ടയത്തിന് പോകാനായാലും അല്ല തിരിച്ച് തിരുവല്ലയ്ക്ക് വരുമ്പോൾ ആയാലും അവിടെ ഒരു പാവം പെൺകുട്ടി കുറേയേറെ പപ്പടമായിട്ട് വരും. ഒരു പൊടിക്കൊച്ചുണ്ടാവും കയ്യിൽ. പലരും അതിൻ്റെ കയ്യിൽ നിന്ന് പപ്പടമൊന്നും മേടിക്കാറില്ല. എനിക്കിപ്പം ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മേടിക്കും. എന്താണെന്നറിയാവോ? അവളുടെ കഷ്ടപ്പാട്. ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴായാലും പപ്പടം മേടിക്കും കേട്ടോ. 50 രൂപ പപ്പടം. അതുപോലെ തന്നെ മിനിഞ്ഞാന്നല്ല, ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാം, കോട്ടയത്തിന് പോവാം. അപ്പോൾ കോട്ടയത്തിന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ശാസ്ത്രി റോഡിലോട്ട് നടന്നു പോവാം കേട്ടോ. നടന്നു പോയപ്പം നമ്മുടെ നടക്കുന്ന വഴിയിൽ അവിടെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ അവിടെ ഒരമ്മയും 2 മക്കളും. അതിലാ കൊച്ച്, അവനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക. അപ്പം ഞാൻ ഓർത്തു, അവരുടെ അമ്മയുടെയും ഞാൻ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തിട്ട് നോക്കിയപ്പം ഒരു മോളുണ്ട് കൂടെ, ഒരു 3 വയസ്സ് കാണുമായിരിക്കും, 3 4. അപ്പം അതെൻ്റെ നേരെ ഇങ്ങനെ കൈ കാട്ടി കേട്ടോ, ചിരിച്ച് കാണിച്ചോട്ടെ. അപ്പം ഞാൻ അതിൻ്റെ കയ്യിലും 10 രൂപ കൊടുത്തു. അപ്പം ഈ പോയ കുഞ്ഞുണ്ടല്ലോ, അവൻ തിരിച്ചോടി വന്നിട്ടേ അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവനും കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കുറച്ച് കുറവായിരുന്നെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കണമെന്ന്. അതൊന്നും അപ്പം വീഡിയോ എടുത്ത് ചെയ്യാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോഴേ പലരും അവരെ ശ്രദ്ധിക്കാറില്ല. ആ 10 രൂപയായിട്ട് ചിലപ്പം ആ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിരുന്നു ഇഷ്ടം. നടന്നില്ല. എങ്കിലും ഞാൻ അവന്റെ ആ ഒരു ചിരിയും ആ നോട്ടവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നടന്നുപോയി. കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്, വീട്ടിലോട്ട് പോയത് മണർകാടിന്. നമ്മളൊക്കെ മനുഷ്യര്, നമ്മളെന്തെല്ലാം അഹങ്കാരങ്ങളല്ലേ, ഏതൊക്കെ രീതിയിലാണ് അഹങ്കരിക്കുന്നത്. ഇതുപോലെ എന്ത് വെയില് അവിടെ കുഞ്ഞ് ഭിക്ഷ എടുക്കാനിരിക്കുന്നു. അതിനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ അമ്മയോട് പറഞ്ഞായിരുന്നു, അനശ്വര എൻ്റെ കൂട്ടുകാരി, അവളോടും ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവരോട് ആരെങ്കിലും കരുണ കാണിക്കാറുണ്ടോ? ശരിക്കും പറഞ്ഞു അവരുടെ ഗതികേട് കൊണ്ടായിരിക്കത്തില്ലേ അവർ വന്ന് അവിടെ ഇരിക്കുന്നത്. ഞാനൊക്കെ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, എൻ്റെ കണ്ണനും കിച്ചുവൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു പരിധി വരെ ഭിക്ഷ എടുക്കാൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലാവുന്ന എല്ലാ ജോലികൾക്കും ഞാൻ പോയിട്ടുണ്ട്. അതെൻ്റെ മക്കളോട് ചോദിച്ചാൽ അറിയാം. തൊഴിലുറപ്പിന് പോവായിരുന്നു. എൻ്റെ 26ാമത്തെ വയസ്സിൽ ഇവിടുത്തെ അമ്മ മരിച്ചു പോയതാണ്, എൻ്റെ അമ്മായിയമ്മ. പുള്ളിക്കാരി ഉണ്ടായിരുന്ന സമയം അത്ര എന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന കേട്ടോ. ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പോലും ഒരു മനുഷ്യർക്കറിയില്ല. പക്ഷെ അവർ മരിച്ചപ്പോൾ തുടങ്ങിയ നരകം ഇന്നും തുടരുന്നുണ്ട് ഒരു പരിധി വരെ. എന്നാലും ഞാൻ പെട്ടെന്ന് എന്നെക്കുറിച്ച് ചിന്തിച്ചു. ആ അമ്മയും കുഞ്ഞ് ഒരുപക്ഷെ എനിക്കും അങ്ങനത്തെ ഗതികേടൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഇങ്ങനൊരു വീടൊക്കെ കിടക്കാനുള്ളത് കൊണ്ട് നമ്മളവിടെ പിടിച്ചു നിൽക്കും. ഞാൻ പോയിട്ടുണ്ട്, തൊഴിലുറപ്പിൽ പോയിട്ടുണ്ട്, വീട്ടിലൂണിന് അരിഞ്ഞു കൊടുക്കാനും ഭക്ഷണം വിളമ്പി കൊടുക്കാനും പോയിട്ടുണ്ട്, ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഹോം നേഴ്സായിട്ട് പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് പോകുന്ന കായംകുളത്ത് ഓലകെട്ടിയിലൊരു വീട്ടിലാട്ടോ. അതുപോലൊരു നല്ല ഫാമിലിയിൽ പിന്നീട് ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ നല്ല ഫാമിലി ആയിരുന്നു. അവിടുത്തെ ചേച്ചിയായാലും സീമ, എല്ലാവരും നല്ല ഇതായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എപ്പോഴും കരയുമ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് മനസ്സിലാവും ലക്ഷ്മി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജോലിക്ക് ഇറങ്ങിയതെന്ന്. സാരമില്ല, മക്കളെ വളർത്താൻ എന്നൊക്കെ പുള്ളിക്കാരി എന്നോട് പറയുമായിരുന്നു കേട്ടോ. ആ ചേച്ചിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞും കണ്ണന് കോളേജിൽ ഫീസ് അടയ്ക്കാനില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയാമോ, അങ്ങനെയുള്ളവരെ കാണുമ്പം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അതുപോലെ തിരുവല്ല സ്റ്റാൻഡിൽ ഞാൻ എപ്പോൾ ചെന്നാലും ഞാൻ ആ പപ്പടം കൊണ്ടുവരുന്ന കൊച്ചിനെ നോക്കും. കാരണം അവളെ കണ്ടാൽ ഞാൻ പപ്പടം മേടിക്കും. കാരണം അവളെപ്പോഴും ഒരു കുഞ്ഞ് എപ്പോഴും കാണും. മിക്ക സമയങ്ങളിലും എപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളിയാഴ്ച പോയപ്പോൾ പക്ഷെ കണ്ടില്ല.
കണ്ടാൽ ഞാൻ പപ്പടം മേടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിക്കാനും കൂടെ ചുമ്മാ നടന്നു പോകുമ്പോൾ നമുക്ക് എന്താ 10 രൂപ 50 രൂപ കൊടുത്ത് നമ്മൾ എന്തെല്ലാത്തിനും കാശ് കളയുന്നു. 50 രൂപ കൊടുത്തിട്ട് ആ പപ്പടം മേടിച്ചാൽ ആ കൊച്ചിന്റെ ഒരു നേരത്തെ ചിലപ്പോൾ ആ കൊച്ചിനൊരു എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൈസ ആവുമായിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട പറ്റുന്നത് പോലെ സഹായിക്കണം. കാരണം നമ്മളുണ്ടല്ലോ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവും. നമ്മൾ സ്വന്തമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ശരിക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കണ്ണനെയും കിച്ചുനെയും കൊണ്ട് പലപ്പോഴും കഴിക്കാനില്ല, ഒക്കെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നിസ്സാരം പറഞ്ഞാല് എന്റെ കണ്ണന് +2 പഠിക്കുമ്പോൾ അവന് ഫീസ് കൊടുക്കാൻ പൈസയില്ല, ഫീസല്ല വണ്ടിക്കൂലിക്ക് പൈസയില്ല. 50 പൈസക്ക് വരെ ഞാൻ പോയിട്ടുണ്ട് അവരൊക്കെ അപ്പുറത്തൊക്കെ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെയൊക്കെ കാണുമ്പം ഇപ്പോഴും സങ്കടമാണ്. ഞാൻ അതെന്റെ മക്കളായാലും അങ്ങനെ ആക്കും, ഞാൻ അവരോടായാലും പറയും, ആരെങ്കിലും എവിടെയെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നേരത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ മടിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുവാണ്. ആ 2 കാര്യം എന്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. എന്നാന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചു വന്നുകൊണ്ടായിരിക്കും കേട്ടോ, കുറെ അനുഭവിച്ചു വന്നയാളാ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങളും അവരുടെ ബുദ്ധിമുട്ട് കാണണം. ഒരു പപ്പടം മേടിച്ചു എന്ന് ഓർത്തിട്ട്, ഒരു കവർ പപ്പടം മേടിച്ചു എന്ന് ഓർത്തിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. എന്തായാലും വീട്ടിൽ ആവശ്യമുള്ള സാധനമല്ലേ. അതുപോലെ തന്നെ പൊടിപ്പിള്ളാരെയും കൊണ്ട് ഇതുപോലെ ഭിക്ഷ എടുക്കുന്ന അവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം ഇല്ലാഞ്ഞിട്ടായിരിക്കും അവരൊരു പക്ഷെ അവരിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കയറി കിടക്കാൻ ഒരിടം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊക്കെ മറ്റു ജോലികൾക്കല്ലേ, തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ ഇപ്പം അംഗനവാടിയിൽ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്, തൊഴിലുറപ്പ്, അങ്ങനെ എന്നാലാവുന്ന ജോലികൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവർക്കത് പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നിങ്ങളും കുറച്ച് ദയ കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അനുഭവിച്ചവർക്കേ അതിന്റെ വേദന അറിയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ സൺഡേ, എല്ലാവരും നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. കാരണം വീട്ടിൽ ജോലി, തുണി നന ജോലിയുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു.